ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് എന്നതിനെ പറ്റി ചിന്തിക്കാം. ഈ മെൻസസ് ആകണോടനുബന്ധിച്ച് ആ സമയം അടുക്കുമ്പോഴത്തേക്കും ചില സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റിൽ വേദന, തടിപ്പ് പോലെ തോന്നുക, തൊടുമ്പോൾ വേദന, ഇങ്ങനെയുള്ള ഒരു ഹെവിനെസ് പോലെ തോന്നുക ബ്രസ്റ്റിൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് മെൻസസ് കഴിയുമ്പോൾ അങ്ങ് കുറയാറുമുണ്ട്. പിന്നെ നെക്സ്റ്റ് മെൻസസ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ പ്രോബ്ലം പിന്നെയും വരും. ഇങ്ങനെ ഇത് വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിൽ വേറെ പ്രശ്നങ്ങളില്ല, ക്യാൻസർ അങ്ങനത്തെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ബ്രസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തിട്ട് ബ്രസ്റ്റിൽ സിസ്റ്റോ മുഴകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ചിലപ്പോൾ മാമോഗ്രാഫിയും ചെയ്യേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഈ സിസ്റ്റുകളോ അല്ലെങ്കിൽ മുഴകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ടിഷ്യൂ കുത്തിയെടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. FNAC എന്ന് പറയും. ചിലപ്പോൾ ഈ മുഴകൾ കുറച്ച് വലുതായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുഴകൾ റിമൂവ് ചെയ്തിട്ട് അതിനെ ബയോപ്സിക്ക് അയക്കേണ്ടിയും വരാറുണ്ട്. ഇത് സാധാരണ രീതിയിൽ ക്യാൻസർ ആകുന്ന സിറ്റുവേഷൻ അല്ല. പക്ഷേ ഇത് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് മാത്രമേ ഉള്ളൂ, ഇല്ല ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്യാൻസർ ഇല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഇങ്ങനത്തുള്ള സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് എക്സാമിനേഷൻ ടെസ്റ്റുകളെല്ലാം വേണമെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, കറക്റ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബ്രേസിയർ ധരിക്കുക, പിന്നെ വിറ്റാമിൻ D, വിറ്റാമിൻ E ഗുളികകളെല്ലാം ഇതിന് ബലം ചെയ്യും. പിന്നെ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും മാറുകയും ചെയ്യും.